നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് സൂപ്പർ ഹെറ്ററോഡ് ആൻഡ് റിസീവറിനെ പറ്റിയിട്ടാണ്. ഇത് നമ്മുടെ ടെസ്റ്റിലുള്ള ബ്ലോക്ക് ഡയഗ്രം ആണ്. സോ ഇതിന്റെ ഓരോ ബ്ലോക്സും ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു എന്തിനാണ് നമ്മൾ സൂപ്പർ ഹെറ്ററോഡ് ആൻഡ് റിസീവേഴ്സ് യൂസ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന റേഡിയോ റിസീവേഴ്സ് എന്ന് പറയുന്നത് TRF ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവേഴ്സ് ആയിരുന്നു. അതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പുതിയതായിട്ടുള്ള നമ്മുടെ സൂപ്പർ ഹെറ്ററോഡ് ആൻഡ് റിസീവേഴ്സ് എന്ന് പറയുന്നത്. So, super heterodyne receivers converts all incoming RF frequencies to a fixed low level frequency called intermediate frequency. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അതിന് ഇൻപുട്ടിൽ വന്ന അതേ ഫ്രീക്വൻസിയിൽ തന്നെയല്ല അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ വരുന്ന RF ഫ്രീക്വൻസിനെ അതൊരു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ലോവർ ഫ്രീക്വൻസി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്രീക്വൻസിനെയാണ് പിന്നീട് നമ്മൾ ഒറിജിനൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ദിസ് IF is then amplified. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെയാണ് പിന്നീട് ആംപ്ലിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഡീമോഡുലേറ്റ് ചെയ്തിട്ടാണ് ഒറിജിനൽ സിഗ്നലിനെ നമ്മൾ അവിടെ എടുക്കുന്നത്. ഒന്നുകൂടെ പറയാം. ആദ്യം തന്നെ ആന്റിന ഉണ്ട് അല്ലെ. ആന്റിനയിൽ നിന്ന് നമുക്ക് ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കിട്ടും. ആന്റിന അതിനെ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ആർക്ക് കൊടുക്കും? RF സ്റ്റേജിന് കൊടുക്കും. RF സ്റ്റേജ് നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി സ്റ്റേജിന് കൊടുക്കും. ഇനി റേഡിയോ ഫ്രീക്വൻസി സ്റ്റേജിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. RF സ്റ്റേജിൽ എന്തുണ്ടാവും? ഒരു RF ഫിൽറ്ററും അതുപോലെ RF ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാവും. ഈ ആന്റിന റിസീവ് ചെയ്യുന്ന ആ ഫ്രീക്വൻസി സിഗ്നൽ ഫ്രീക്വൻസീസിനെ ഇസ് ഗിവൺ ടു ദ RF ആംപ്ലിഫയർ. ആന്റിനയെ റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി നേരെ കിട്ടുന്നത് ആർക്കാണ്? RF ആംപ്ലിഫയറിനാണ്. ദ RF ആംപ്ലിഫയർ ആംപ്ലിഫൈ ദ സിഗ്നൽസ് ഇൻ ദ റിക്വയർഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. അത് അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യും, ഒന്ന് ആംപ്ലിഫൈ ചെയ്യും. ഈ വരുന്ന ഇൻപുട്ട് സിഗ്നൽസിനെ, ഇൻപുട്ട് ഫ്രീക്വൻസീസിനെ നമ്മൾ എന്ത് ചെയ്യും? ബൂസ്റ്റ് ചെയ്യും. ആദ്യം തന്നെ ആന്റിനയിൽ നിന്ന് സിഗ്നൽ വന്നു. ആന്റിന അതിനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ കിട്ടുന്ന സിഗ്നൽസിനെ ഒരു RF ആംപ്ലിഫയറിന് കൊടുത്തു. RF ആംപ്ലിഫയർ എന്ത് ചെയ്തു? അതിനെ ഒന്നുകൂടെ RF റേഞ്ചിൽ അതിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്തു. റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസിനെ മാത്രം അത് അവിടെ എന്ത് ചെയ്തെടുത്തു? അതിലാണ് നമ്മുടെ ഇൻഫോർമേഷൻ ഉള്ളത്. അതിനെ മാത്രം അവിടെ ആംപ്ലിഫൈ ചെയ്തെടുത്തു. ബാക്കിയുള്ളതിനെ ഫിൽറ്റർ ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ. ദസ് ഇറ്റ് പ്രൊവൈഡ്സ് ഇനീഷ്യൽ ഗെയിൻ ആൻഡ് സെലക്ടിവിറ്റി. അവിടെ വെച്ചിട്ട് തന്നെ അതിന്റെ ഉള്ളിൽ ഒരു ട്യൂൺഡ് സർക്യൂട്ട് ഒക്കെ ഉണ്ടാവും. RF സ്റ്റേജിന്റെ ഉള്ളിൽ ആംപ്ലിഫയർ മാത്രം ഫിൽറ്ററും ട്യൂൺഡ് സെക്ഷനും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ വെച്ചിട്ട് ഓൾറെഡി RF റേഡിയോ സിഗ്നലിനെ മാത്രം സെലക്ട് ചെയ്തു. അൺനെസസറി സിഗ്നൽസിനെ റിജക്ട് ചെയ്യുന്നുണ്ട്, ഗെയിൻ കൂട്ടുന്നുണ്ട് ആംപ്ലിഫൈ ചെയ്തിട്ട്. ഇതെല്ലാം എവിടെ വെച്ച് നടന്നു? RF ആംപ്ലിഫയർ സെക്ഷനിൽ വെച്ചിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ഓഫ് ദിസ് RF ആംപ്ലിഫയർ ഇസ് ഗോയിങ് ടു എ മിക്സർ. മിക്സർ RF ആംപ്ലിഫയർ മാത്രമായിട്ടല്ല, ഒരു ലോക്കൽ ഓക്സിലേറ്റർ ആയിട്ടും കണക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ RF ആംപ്ലിഫയർ എന്ന് വരുന്ന സിഗ്നൽ ഫ്രീക്വൻസി FS-ഉം ലോക്കൽ ഓക്സിലേറ്റർ എന്ന് വരുന്ന FO അല്ലെങ്കിൽ FLO, ചില ടെസ്റ്റിൽ FLO എന്ന് കൊടുക്കും, ചില ടെസ്റ്റിൽ FO എന്ന് കൊടുക്കും. അത്ര വ്യത്യാസമില്ല. ഈ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്യും. സിഗ്നൽ ഫ്രീക്വൻസിയും ഓസിലേറ്റർ എന്ന് വരുന്ന ലോക്കൽ ഓസിലേറ്റർ എന്ന സിഗ്നൽ ഫ്രീക്വൻസിയും കൂടി കമ്പൈൻ ചെയ്യും ആര്? മിക്സർ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? മിക്സർ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് F0 മൈനസ് FS. ലോക്കൽ ഓസിലേറ്റർ എന്ന് പറയുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി മൈനസ് സിഗ്നൽ ഫ്രീക്വൻസി ആയിരിക്കും. എപ്പോഴും നമ്മൾ ഏത് ഫ്രീക്വൻസിയാണ് ഹയർ ആക്കി വെക്കേണ്ടത്? F0. ലോക്കൽ ഓസിലേറ്റർ എന്ന് വരുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ അവിടെ എപ്പോഴും ഹയർ ആക്കിയിട്ട് വെക്കേണ്ടത്. സോ ഈ F0 മൈനസ് FS എന്ന് പറയുന്ന ആ ഒരു സിഗ്നലിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി FI എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IF ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയുന്നത്. ഡിഫറൻസ് F0 മൈനസ് FS is for the intermediate frequency IF. So the signal at the intermediate frequency contains the same modulation as the incoming signal. ഈ കിട്ടിയേക്കുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി നമ്മൾ കൺവേർട്ട് ചെയ്ത ലോ ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്ത ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിക്ക് എന്താ ഉണ്ടാവുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് ദ സെയിം മോഡുലേഷൻ ആസ് ദ ഇൻകമിംഗ് സിഗ്നൽ. മോഡുലേഷൻ മാറ്റിയിട്ടില്ല, എന്ന് വെച്ചാൽ കാരിയറിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. വന്ന സിഗ്നലിൽ നിന്ന് കാരിയറിനെ ഒഴിവാക്കിയിട്ടില്ല. മോഡുലേറ്റഡ് ആയിട്ട് തന്നെയാണ് ആരിയിരിക്കുന്നത്? ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഇവിടെ ഇരിക്കുന്നത്. ഈ IF കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയെ നമ്മൾ എപ്പോഴും ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ നിർത്തും കേട്ടോ. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യണം. ഈ ടെസ്റ്റിൽ അത് തന്നിട്ടില്ല. പക്ഷെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി വിൽ ബി കെപ്റ്റ് അറ്റ് എ റേഞ്ച് ഓഫ് 455 kHz. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എപ്പോഴും നമ്മൾ 455 kHz കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കും. സപ്പോസ് ഇപ്പൊ നമ്മുടെ സിഗ്നൽ ഫ്രീക്വൻസി കുറച്ച് കൂടി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എപ്പോഴും FI എത്രയിൽ നിർത്തണം? 455 kHz നിർത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? FO അല്ലെങ്കിൽ FLOനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് FS മൈനസ് FO അല്ലെങ്കിൽ F0 മൈനസ് FS എപ്പോഴും ഈ 455 കിട്ടാവുന്ന രീതിയിൽ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെക്കും. അപ്പൊ FI എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ് വരേണ്ടത്? 455 kHz ആണ് വരേണ്ടത്.
സോ ഇങ്ങനെ വരുന്ന ഈ കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെന്ന് കണ്ടു അല്ലെ. മിക്സറിന് ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസിയാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ഒരു സെക്ഷനെ പിന്നീട് നമ്മൾ എങ്ങോട്ട് കൊടുക്കും? IF ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ഇന്റർമീഡിയറ്റ് സിഗ്നലിനെ ഫ്രീക്വൻസി സിഗ്നലിനെ IF ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ഓൾറെഡി ഇന്റർമീഡിയറ്റ് സിഗ്നൽ ആക്കി, ഫ്രീക്വൻസി സിഗ്നൽ ആക്കി, ഇനി അതിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് IF ആംപ്ലിഫയർ, അതൊരു നാരോ ബാൻഡ് ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ്. ഒരു പെർട്ടിക്കുലർ റേഞ്ചിലുള്ള ആ ഒരു ഫ്രീക്വൻസിനെ മാത്രമാണ് അത് അവിടെ കടത്തിവിടുന്നത്. സോ ബാൻഡ് വിഡ്ത്ത് വളരെ നാരോ ആണ്. സോ ദിസ് ആംപ്ലിഫയേഴ്സ്, ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ IF ആംപ്ലിഫയർ ഇസ് റിലേറ്റീവ്ലി വെരി നാരോ. അപ്പൊ IF ആംപ്ലിഫയർ എന്ത് ചെയ്യും? ഈ കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നലിനെ ഒന്ന് ആംപ്ലിഫൈ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ കാണാം. ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? എ പാർട്ട് ഓഫ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദ ഡിറ്റക്ടർ. ഡിറ്റക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമോഡുലേറ്ററിന്റെ ഭാഗത്ത് കയ്യിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ എടുക്കും ആൻഡ് ഈസ് അപ്ലൈഡ് ടു RF ആംപ്ലിഫയർ. തുടക്കത്തിലുള്ള RF ആംപ്ലിഫയർ, മിക്സർ, അതുപോലെ തന്നെ IF ആംപ്ലിഫയർ, ഇതിലേക്കൊക്കെ നമ്മൾ പിന്നെയും കൊടുക്കും. എ പാർട്ട് ഓഫ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദ ഡിറ്റക്ടർ ആൻഡ് ഇറ്റ് ഈസ് അപ്ലൈഡ് ടു. ഡിറ്റക്ടറിൽ നിന്ന് എടുക്കുന്ന ഔട്ട്പുട്ടിനെ എടുത്തിട്ട് അത് എവിടെ അപ്ലൈ ചെയ്യുന്നു? RF ആംപ്ലിഫയർ, മിക്സർ ആൻഡ് IF ആംപ്ലിഫയേഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്? നമുക്ക് ഗെയിനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫോർ ഗെയിൻ കൺട്രോൾ. സോ ദിസ് മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിനെ നമ്മൾ പറയുന്നതാണ് ദിസ് ഈസ് കോൾഡ് ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ, AGC എന്ന് പറയുന്നത്. ദിസ് AGC മെയിൻറ്റെയിൻസ് ദ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവൽ. ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യും ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് RF ഇൻപുട്ട് സിഗ്നൽ ലെവൽസ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഒരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവലിൽ കീപ്പ് ചെയ്യാൻ ഇങ്ങനെയുള്ള ഒരു പരിപാടി ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും. ബ്ലോക്ക് ഡയഗ്രാമിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന ബ്ലോക്സ് ആണ് ഡിറ്റക്ടർ അല്ലെങ്കിൽ ഡിമോഡുലേറ്റർ എന്ന് പറയുന്നത്. ഡിമോഡുലേറ്റർ എന്താണ് ചെയ്യുക? നമ്മുടെ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് മോഡുലേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന സിഗ്നല് അതിനെ ഡിമോഡുലേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ ഒറിജിനൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. So detector converts the AM signal at IF to original modulating signal. So demodulation ചെയ്യും, അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഡിറ്റക്ടർ അല്ലെങ്കിൽ ഡിമോഡുലേറ്റർ അവിടെ എന്താണ് ചെയ്യുന്നത്? മോഡുലേറ്റ് ചെയ്യപ്പെട്ട ട്രാൻസ്മിറ്റർ സൈഡിൽ വെച്ച് മോഡുലേറ്റ് ചെയ്യപ്പെട്ട കാരിയറിന്റെ മുകളിൽ എംബഡ് ചെയ്ത മോഡുലേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു സിഗ്നലിനെ ആ കാരിയറിൽ നിന്ന് വേർതിരിച്ച് ഒറിജിനൽ സിഗ്നൽ ആക്കി മാറ്റുന്നുണ്ടായിരിക്കും. അങ്ങനെ മാറ്റി കഴിഞ്ഞ് കിട്ടുന്നത് നമ്മുടെ ഒറിജിനൽ സിഗ്നലാണ്. ആ ഒറിജിനൽ സിഗ്നലിനെ നമുക്ക് പിന്നെ ഓഡിയോ ആംപ്ലിഫയറിലേക്കും പിന്നീട് നമ്മൾ പവർ ആംപ്ലിഫയറിലേക്കും കൊടുക്കുന്നുണ്ട്. ഓഡിയോ ആംപ്ലിഫയറിൽ വെച്ചിട്ട് അതിനെ ഒരു പ്രാവശ്യം നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ആ ഓഡിയോ ആംപ്ലിഫിക്കേഷൻ ചെയ്ത സിഗ്നലിനെ പിന്നെ ഒറിജിനൽ സിഗ്നലിനെ നമ്മൾ പവർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. പവർ ആംപ്ലിഫയറിൽ വെച്ച് എന്ത് സംഭവിക്കും? വോൾട്ടേജ് ആൻഡ് കറന്റ് റേറ്റിംഗിൽ ഇൻക്രീസ് സംഭവിക്കും. അപ്പൊ നമുക്ക് ഈ രണ്ട് സ്റ്റേജിലും ആംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്ന ഔട്ട്പുട്ടിലേക്ക് വരുന്ന ആ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി സിഗ്നൽ ആയിരിക്കും. ആ ഒരു സിഗ്നലാണ് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നത്? വി ആർ ഗിവിംഗ് ദിസ് ഹൈ ക്വാളിറ്റി സിഗ്നൽ ടു ദ സ്പീക്കർ. അപ്പോ ഇത്രയും സെക്ഷൻസ് ആണ്, ബ്ലോക്സ് ആണ് നമ്മുടെ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിന്റെ ബ്ലോക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ അഡ്വാൻറ്റേജസ് ഓഫ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദ സെലക്ടിവിറ്റി ഓഫ് ദിസ് റിസീവർ ഈസ് ബെറ്റർ സിൻസ് ഇറ്റ്സ് IF ആംപ്ലിഫയേഴ്സ് ആർ നാരോ ബാൻഡ് ആൻഡ് ദി ഓപ്പറേറ്റ് ഓൺലി അറ്റ് IF. ഇവിടെ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിനെ TRF ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവറിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസീസ് ആണ്. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതെന്താണ്? അതിനൊരു നാരോ ബാൻഡ് ഫ്രീക്വൻസി ഉള്ളൂ അല്ലെ. ഒരു ചെറിയ ബാൻഡ് ആവശ്യമുള്ള കടത്തിവിടുന്ന കറക്റ്റ് ആ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിനെ മാത്രമേ അത് അവിടെ കടത്തിവിടുള്ളൂ. അപ്പൊ സെലക്ടിവിറ്റി എന്ന് പറയുന്നത് അവിടെ കറക്റ്റ് ആയിട്ട് നടക്കും. ദി സെലക്ടിവിറ്റി ഓഫ് ദിസ് റിസീവർ ഇസ് ബെറ്റർ കമ്പയർഡ് ടു ദ TRF. അപ്പോൾ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിന്റെ സെലക്ടിവിറ്റി എന്തിനേക്കാൾ നല്ലതാണ്? നമ്മുടെ TRF റിസീവറിന്റെ സെലക്ടിവിറ്റിയേക്കാളും നല്ലതാണ്. വൈ? Because we are using IF amplifiers in the super heterodyne receivers. Okay. Then design of IF amplifier is relatively simple since they operate only at IF. ഈ പറയുന്ന IF ആംപ്ലിഫയേഴ്സിനെ നമ്മൾ ഇൻഡിവിജ്വൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിസൈനിങ് വളരെ സിമ്പിൾ ആണ്. കാരണം അത് ഒരു ചെറിയ ബാൻഡിൽ ഫ്രീക്വൻസിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണല്ലേ. ഇറ്റ് ഓൺലി ഓപ്പറേറ്റ്സ് ഓൺലി അറ്റ് IF ഫ്രീക്വൻസീസ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്.
സോ അതിന് സെലക്ടിവിറ്റി വളരെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യും. ആവശ്യമുള്ള ഫ്രീക്വൻസിനെ മാത്രം സെലക്ട് ചെയ്യും സൂപ്പർ ഹെറ്ററോടൈൻ റിസീവർ. റിജക്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യും. അൺനെസസറി നോയ്സോ ഡിസ്റ്റോഷനോ വേറെ എന്ത് വന്നാലും അതിനെ കറക്റ്റ് ആയിട്ട് റിജക്ട് ചെയ്ത് ആവശ്യമുള്ളതിനെ മാത്രം കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യും. ഫ്രീക്വൻസി ഓഫ് സിഗ്നലിനെ മാത്രം കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യും ഏത് സൂപ്പർ ഹെറ്ററോടൈൻ റിസീവർ. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് സൂപ്പർ ഹെറ്ററോടൈൻ റിസീവർ എന്ന് പറയുന്നത്.